പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെ സാമ്പത്തികമായി തകർക്കാൻ ആസൂത്രിത ശ്രമം നടത്തുകയാണെന്ന് സോണിയാഗാന്ധി ആരോപിച്ചു. കോൺഗ്രസിനെ സാമ്പത്തികമായി തളർത്താൻ പൊതുജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത ഫണ്ട് മരവിപ്പിക്കുകയും തങ്ങളുടെ അക്കൗണ്ടുകളിൽ നിന്ന് പണം ബലമായി തട്ടിയെടുക്കുകയും ചെയ്യുകയാണെന്ന് സോണിയാഗാന്ധി ആരോപിച്ചു. ഇന്ന് ഞങ്ങൾ ഏറ്റെടുക്കുന്ന വിഷയം അത്യന്തം ഗൗരവമുള്ളതാണ്. ഈ പ്രശ്നം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മാത്രമല്ല നമ്മുടെ ജനാധിപത്യത്തെ തന്നെ ബാധിക്കുന്നു. ഇതിനൊരു ചിട്ടയായ ശ്രമം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുവെന്നും സോണിയാഗാന്ധി പറഞ്ഞു. കോൺഗ്രസിനെതിരായ നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്നും ആരോപിച്ചു. ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഈ സാഹചര്യത്തിലും തങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഫലപ്രദമായി കൊണ്ടുപോകാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. സുപ്രീം കോടതി ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിച്ച ഇലക്ട്രൽ ബോണ്ടിലൂടെ BJP-യാണ് വലിയ നേട്ടമുണ്ടാക്കിയത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയ്ക്കും രാഹുൽ ഗാന്ധിക്കുമൊപ്പം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സോണിയ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ആദായ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് കോൺഗ്രസിന് പിഴ ചുമത്തുന്നതെന്നും അവർ ചോദിച്ചു. 2018-19 സാമ്പത്തിക വർഷത്തെ കുടിശ്ശികയും പിഴയുമായി 210 കോടി രൂപ നികുതി ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ആദായ നികുതി വകുപ്പ് കോൺഗ്രസിന്റെ അക്കൗണ്ടുകളിലെ 115 കോടി രൂപ മരവിപ്പിച്ചിരിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ടുകൾക്കെതിരായ ആദായ നികുതി വകുപ്പിന്റെ നടപടി തടയണമെന്ന പാർട്ടിയുടെ ഹർജി ഈ മാസം ആദ്യം ട്രൈബ്യൂണൽ നിരസിച്ചിരുന്നു. പ്രധാന പ്രതിപക്ഷ പാർട്ടി പൂർണ്ണമായും സാമ്പത്തികമായി തകർന്നിരിക്കുകയും പരസ്യത്തിനും പ്രചാരണത്തിനും ചെലവഴിക്കാനും സ്ഥാനാർത്ഥികൾക്ക് പണം നൽകാനും കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നതെന്ന് കോൺഗ്രസ് ട്രഷറർ അജയ് മാക്കൻ ചോദിച്ചു. കോൺഗ്രസിന്റെ സാമ്പത്തിക ഐഡന്റിറ്റി ഒരു മാസം മുമ്പ് ഇല്ലാതാക്കിയെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. കോൺഗ്രസിനെതിരായ നടപടി ക്രിമിനൽ നീക്കമാണെന്നും ഇത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ചെയ്ത ക്രിമിനൽ നടപടിയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഞങ്ങളുടെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നില്ല. പ്രവർത്തകരെ പിന്തുണയ്ക്കാനും സാധിക്കുന്നില്ല. നേതാക്കൾക്ക് രാജ്യത്തിന്റെ ഒരു ഭാഗത്തു നിന്നും മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോലും സാധിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് 2 മാസം മുമ്പാണ് ഇത് ചെയ്തതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്ന ധാരണ കള്ളമായി മാറിയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. BJP-യുടെ ഈ ഏകാധിപത്യത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്.